ആഴങ്ങളിൽ ആഴിയിൻ ആഴങ്ങളിൽ. ഓരോ മത്സ്യത്തൊഴിലാളിയുടെയും ജീവിതം സാഹസികത നിറഞ്ഞതാണ്. പ്രാർത്ഥനയോടെ കരയിൽ നിന്ന് കടലിലെത്തുമ്പോൾ നിരവധി പ്രതിസന്ധികളാണ് അവിടെ നേരിടേണ്ടി വരുന്നത്. ദൈവകൃപ കൊണ്ട് ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് കരയിലെത്തുന്ന ഓരോ മത്സ്യത്തൊഴിലാളിയുടെയും ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് ആഴിയിൻ ആഴങ്ങളിൽ. ആഴിയിൻ ആഴങ്ങളിൽ. അഗസ്റ്റിൻ ലോറൻസ് കൊല്ലം സ്വദേശിയാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ച ഇദ്ദേഹം നിരവധി ആത്മീയ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. കടലിലുണ്ടായ പല അപകടങ്ങളിലും ദൈവ സാന്നിധ്യം ഇദ്ദേഹം തൊട്ടറിഞ്ഞിട്ടുണ്ട്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുകയാണ് അഗസ്റ്റിൻ ലോറൻസ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഗസ്റ്റിൻ ലോറൻസ്. എന്നെ അറിയപ്പെടുന്നത് വാവച്ചൻ എന്നാണ് തീരദേശത്ത് അറിയപ്പെടുന്നത്. ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ 5ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ പണിക്ക് പോകുന്നൊരു വള്ളം വലയുണ്ടായിരുന്നു ഇവിടെ. അതിനകത്ത് പിയൂൺ ജോലിക്ക് നിന്ന് ആൾക്കാരില്ലാതെ വന്നപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് അവിടെ ചെറുതായിട്ടൊന്ന് സഹായിക്കുമായിരുന്നു. അന്ന് 25 പൈസയും 50 പൈസയൊക്കെ എനിക്ക് പാരിതോഷികമായി കിട്ടി. അന്ന് എൻ്റെ കുടുംബത്ത് വളരെ പ്രയാസത. എൻ്റെ അപ്പച്ചൻ മാത്രമുള്ള സമയത്ത് അന്ന് 4-5 പിള്ളേരുണ്ട്. മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. നല്ലൊരു ബുക്ക് പോലും, ഒരു പേന പോലും, ഒരു ചെരുപ്പ് പോലും എനിക്ക് മേടിച്ചു തരാൻ കഴിവില്ലാത്ത സമയത്താണ് എൻ്റെ 5ാം സ്റ്റാൻഡേർഡിലെ പഠിത്തം. 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഇംഗ്ലീഷ് എന്ന വാക്ക് തുടങ്ങുന്നത്. അങ്ങനെ അവിടെ നിന്ന് ABCD തുടങ്ങി ആദ്യത്തെ പരീക്ഷ എഴുതി 50-ൽ 40 മാർക്ക് മേടിച്ചു ഞാൻ. എന്നിട്ട് 2ാമത്തെ പരീക്ഷ എഴുതാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ പഠനം നിർത്തിയിട്ട് ആ വള്ളത്തിലെ ജോലി തേടി പോയി. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ 12ാമത്തെ വയസ്സിൽ ഞാൻ അതിലത്തെ സ്ഥിരം ജോലിക്കാരനായി. പിന്നെ അത് കഴിഞ്ഞ് 13-14 വയസ്സിലൊക്കെ കടലിൽ പോയി പണി ചെയ്യേണ്ട സാഹചര്യം വന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തന്നെ കാറ്റസ് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. കാറ്റസ് ക്ലാസ്സിൽ പലപ്പോഴും ഞാൻ പ്രൈസ് വരെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ ഈ വള്ളങ്ങൾ അന്ന് കാറ്റും കോളും കടലടിയൊക്കെ ഉള്ള സമയമാണ്. വള്ളങ്ങൾ ഇറക്കി വയ്ക്കുമ്പോൾ തന്നെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടാണ് കടലിലേക്ക് ഇറക്കുന്നത്. അതെല്ലാം ഞങ്ങൾ കൊച്ചു പ്രായത്തിലെ കണ്ട് പഠിച്ചു. കടലിൽ നിന്ന് വെള്ളം കോരി വള്ളത്തിൽ ഒഴിച്ചിട്ടാണ് പ്രാർത്ഥിച്ചിട്ടാണ് പണിക്ക് പോകുന്നത്. കടലിൽ വെച്ചും ഞങ്ങൾ പലപ്പോഴായിട്ട് പ്രാർത്ഥിക്കും. ഇന്നും ആ പ്രാർത്ഥന തുടരുന്നുണ്ട്. ഇന്നും ഞാൻ പണിക്ക് പോകുന്നുണ്ട്. പണിക്ക് പോകുമ്പോൾ ഒരു ജപമാല ഞാൻ പഠിച്ചിട്ടാണ് പണി തുടങ്ങുന്നത്. വള്ളം ഓടിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് വള്ളം ഓടിക്കും, ഒരു ജപമാല ഞാൻ പഠിച്ച് പൂർത്തിയാക്കിയിട്ടാണ് ഞാൻ പിന്നെ പണി തുടങ്ങുന്നത്. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും ആ പ്രാർത്ഥന നിലനിൽക്കുന്നത്. എനിക്ക് കടലിൽ വെച്ചുണ്ടായ ചില അനുഭവങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ഏകദേശം ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് വാടി കടപ്പുറത്ത് വെച്ച് വള്ളം ഇറക്കുന്ന വെളുപ്പിന് 2 മണിക്ക് ഇറങ്ങി വള്ളം ഇറക്കുന്ന സമയമായിരുന്നു. 2 മണിക്ക് വള്ളം ഇറക്കിയ സമയത്ത് ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഞങ്ങളുടെ വള്ളം ഇറക്കി വിട്ടുടനെ വള്ളം കടലെടുത്ത് അങ്ങ് മറിഞ്ഞ് 1 മണിക്കൂറോളം എൻ്റെ കാലിൻ്റെ മുട്ടിൽ വെള്ളം അടിക്കുകയും ചെയ്ത് കാലിൽ വലയും ചുറ്റി. വള്ളം എൻ്റെ അടുത്ത് കമന്ന് കിടക്കുക. ആദ്യം കയറിയ ആൾ അപ്പുറത്തും പോയി, ഈ ഇറക്കി വിടാൻ നിന്ന ആൾ മുകളിലും പോയി. വള്ളം ഇറങ്ങി 1 മണിക്കൂർ വരെ ആ വള്ളം കടലിട്ട് അടിച്ചു. അപ്പോഴേക്കും വേറെ ആൾക്കാർ, പണിക്ക് പോകാൻ വന്ന ആൾക്കാർ കണ്ട് അവരെല്ലാം കൂടെ വന്നിട്ടാണ് ഈ വള്ളം പിടിച്ചു വെച്ച് നിമിത്തി സുഖമാക്കി ഞങ്ങളെല്ലാം കരയ്ക്ക് കയറ്റിയത്. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതിന് ശേഷം 90-ൽ ഒരു അപകടം ഉണ്ടായി. 2 പേരായിട്ട് ഒരു വള്ളം പണിക്ക് പോയി. ഞങ്ങൾ തണ്ട് വലിച്ചു പോകുന്ന സമയമാണ്, എഞ്ചിനില്ല. അപ്പോൾ ഒരു കാറ്റ്, പ്രതീക്ഷിക്കാത്തൊരു കാറ്റ് വന്നു. കാറ്റിന് ഞങ്ങൾ തണ്ട് വലിക്കും തോറും വള്ളം പടിഞ്ഞാറോട്ട് പോയിക്കൊണ്ടിരിക്കും. 2 പേരേ ഉള്ളൂ, ആരുമില്ല കടലിൽ. ഞങ്ങളുടെ അടുത്ത് ആരുമില്ല, വള്ളക്കാരുമില്ല, ഒന്നുമില്ല. 6 മണി കഴിഞ്ഞ് സന്ധ്യാസമയമായി. പരസ്പരം നോക്കി കരയാനല്ലാതെ വള്ളം മറിയത്തക്ക സാഹചര്യം ഉണ്ടായി കാറ്റിനും കോളിനും. അവസാനം ഒരു ഫിഷിംഗ് ബോട്ടുകാർ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഒരു ഫിഷിംഗ് ബോട്ട് വന്നു. ഡിസംബർ 3-ാം തീയതിയാണ് അത് സംഭവം നടക്കുന്നത്. അവർ കെട്ടി കരയ്ക്ക് കൊണ്ടുവന്നപ്പോൾ മണി 7:30 അവർ അവിടെ നിന്ന് വലിച്ച് ഞങ്ങളെ കരയ്ക്ക് കൊണ്ടുവന്നു. അത് ഒരു അപകടം തന്നെയാണ്.
കാരണം അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും രക്ഷിക്കാൻ ആളില്ലാതെ ഞങ്ങൾ രണ്ടുപേരും വള്ളവും മറിഞ്ഞ് ഞങ്ങൾ പോകും. അങ്ങനെ ഒരു സംഭവം. സെൻറ്റ് സേവിയർ പുണ്യാളൻ്റെ പെരുന്നാളിൻ്റെ ദിവസമായിരുന്നു അന്ന്. ഞങ്ങൾ പ്രാർത്ഥിച്ച് കടലിൽ കിടന്നു. അപ്പോഴാണ് ഒരു ബോട്ട്, ഞങ്ങൾ ആദ്യം കണ്ടില്ല, പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ് ഒരു ബോട്ട് അവിടെ എത്തി അവർ ഞങ്ങളെ കരയ്ക്ക് കൊണ്ടുവന്ന്. ആ സമയത്ത് ഞങ്ങൾ രാത്രി 9 മണിക്ക് ഇവിടെ കര വന്നിട്ട് കുളിച്ച് ആ പള്ളിയിൽ ചെന്നപ്പോൾ കുർബാന എല്ലാം കഴിഞ്ഞ് പരിപാടി നടക്കുന്നുണ്ടിരിക്കുക. അവിടെ നിന്ന് ഞങ്ങൾ നേർച്ച ചോറും ഭക്ഷിച്ചിട്ടാണ് വീട്ടിൽ വന്നത്. അങ്ങനെ ഒരു അപകടം. ഫിഷിംഗ് ബോട്ടിൽ പോയിക്കൊണ്ടിരുന്നതാണ്. കുറച്ച് ആൾ കഴിഞ്ഞിട്ട് ഫിഷിംഗ് ബോട്ടിൽ പോയപ്പോൾ ആ ബോട്ട് 5 തെങ്ങ് ഭാഗത്തുള്ള ആൾക്കാർ വന്ന് ഞങ്ങളുടെ ബോട്ട് പിടിച്ചു. രാവിലെ അല്ല, വൈകുന്നേരത്താണ് പോയത്. സന്ധ്യയ്ക്ക് വൈകുന്നേരത്ത് പോയി പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പറ്റം ആൾക്കാർ വള്ളവും വേറെ വലിയ ഫിഷിംഗ് ബോട്ടുമായിട്ടൊക്കെ വന്ന് ഞങ്ങളെ പിടിച്ച് കെട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അതിന് മുൻപ് ഇവിടെ ഒരു സംഭവം ഉണ്ടായി. 5 തെങ്ങ് ഭാഗത്തുനിന്ന് ഒരു കല്യാണത്തിന് വന്ന ആൾക്കാർ ആയിട്ട് ഇവിടെ ഒരു വഴക്കുണ്ടായി. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പോർട്ട് കൊല്ലത്തുള്ളതാണ്, ശക്തികുളങ്ങരക്കാരെന്ന് പറഞ്ഞാൽ അവരാദ്യം എന്നെ അടിച്ചത്. പോർട്ട് കൊല്ലക്കാരനെന്ന് പറഞ്ഞപ്പോഴത്തേന് എൻ്റെ മർദ്ദനം കൂടി. കാര്യം ഇവിടെ വന്ന് അവർക്ക് ഒരുപാട് അപായം പറ്റിയ ആൾക്കാരാണ്. അങ്ങനെ ഞാൻ 31 ദിവസം വരെ എണ്ണത്തോണി കിടന്നവനാണ്, ഒറ്റ തോർത്ത് കൊടുത്തു. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ട് ജീവിച്ചിരിക്കുന്നത്. ഇപ്പോഴും അവർ ഒരുപാട് ഉപദ്രവിച്ച്, മരിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. മരിച്ചെന്നും പറഞ്ഞ് അവർ ആദ്യം ഇട്ടുകൊണ്ട് പോയതാ. പിന്നെ വന്ന് ഈ ചായ ഇടുന്ന കെറ്റിലുണ്ടല്ലോ, ബോട്ടിൽ ചായ ഇടുന്ന കെറ്റിലുണ്ടായിരുന്നു. ആ കെറ്റിലിൽ വെള്ളം കൊണ്ടുവന്ന് എന്നെ ഇങ്ങനെ കവളത്ത് പിടിച്ചുകൊണ്ട് വെള്ളം ഇറക്കി വെള്ളം ഇറക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്നിട്ട് അവർ പിന്നെ വീണ്ടും ഉപദ്രവിച്ചു. പിറ്റേന്ന് എന്നെ കടയ്ക്കാവൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടാണ് ഇങ്ങോട്ട് നാട്ടിലേക്ക് അയച്ചത്. പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാണ്. 31 ദിവസം ഞാൻ എണ്ണത്തോണി കിടന്നു, ഒറ്റ തോർത്ത് കൊടുത്തു. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഒരു ദിവസം പ്രതീക്ഷിക്കാതെ ഒരു കാറ്റും കോളും വന്നു. ഞങ്ങൾ വർക്കല ഭാഗത്തായിരുന്നു വള്ളം. അന്ന് ആലപ്പുഴ ഭാഗത്തു നിന്ന് പോയ വള്ളങ്ങൾ മറിഞ്ഞ് 21 ആൾക്കാരും 9 വള്ളവും നഷ്ടപ്പെട്ട അവിടെ. ഇവിടെ ഞങ്ങൾ 3-4 വള്ളക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ആ ഭാഗത്ത്. ലാസ്റ്റ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാതെ വന്നപ്പോഴത്തേനും ഞങ്ങൾ 2 വള്ളങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടി, വള്ളം മറിയാതിരിക്കാൻ കെട്ടിയിട്ട് ഈ പാവലിച്ച് വന്നപ്പോഴത്തേനും ഒരു വള്ളം അങ്ങ് മുങ്ങിപ്പോയി. അടിച്ച് മൊത്തത്തിൽ പ്രശ്നമായി. പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും വേറൊരു വള്ളക്കാർ വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയതിന് ശേഷം സന്ധ്യ വരെ ഞങ്ങൾ വെള്ളത്തിൽ കിടന്നിട്ട് കരയ്ക്ക് വന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അന്നാണ് ഈ 21 ആളും 9 വള്ളങ്ങളും നഷ്ടപ്പെടുന്നത്. അന്ന് 3 ചെറുപ്പക്കാർ, കൊച്ചു പിള്ളേർ, അന്ന് 10-14 വയസ്സ് പ്രായമുള്ളവർക്ക്. എനിക്കാണെങ്കിൽ അന്ന് 25 വയസ്സ് പ്രായമുണ്ട്. ഞാൻ അമരത്തിരിക്കുന്നത്, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. കഴിക്കുന്നതിന് മുമ്പാണ്, 24 വയസ്സേ ഉള്ളൂ എനിക്ക്. അന്ന് 3 പിള്ളേരെയും കൊണ്ടാണ് ഞാൻ ഈ പണിക്ക് പോയത്. ഒരുപാട് പിള്ളേരൊക്കെ ആകെ വിഷമിച്ച് കരഞ്ഞ് വെള്ളത്തിൽ ഇങ്ങോട്ട് എത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ. അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ആ രീതിയിൽ ഇരവിപുരം എന്ന് പറഞ്ഞ ഭാഗത്തോട്ട് വള്ളങ്ങൾ വന്ന് അവിടെ ആൾക്കാർ ഞങ്ങളെ കെട്ടി വലിച്ച് കരയ്ക്കെടുക്കാൻ പോയപ്പോഴത്തേന് അവിടെയും വള്ളം മറിഞ്ഞു. അതിനു മുമ്പ് അവിടെ വലിച്ചെടുത്ത വള്ളങ്ങൾ ലാസ്റ്റ് അവിടെ നിന്ന് ആൾ കയറി ഈ ഒരു പയ്യനെ മാറ്റി അവിടെ നിന്ന് കയറിയ ആളാണ് തണ്ട് വലിച്ച് വള്ളം ഇവിടെ കൊണ്ടെത്തിച്ചത്. ലാസ്റ്റ് 7 മണിയായി ഇവിടെ വന്നപ്പോൾ. അതുവരെ ഞങ്ങൾ കടലിൽ കിടന്ന് മല്ലിട്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ പണിക്ക് പോകുന്നത് വള്ളം ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എൻജിൻ നടത്തിയിട്ട് ഒരു കൈ കൊണ്ട് എൻജിൻ ഓടിച്ചാലും ഒരു കൈ കൊണ്ട് വിരലെണ്ണിയാണ് ഞാൻ ജപമാല പഠിക്കുന്നത്. ഒരു ജപമാല കംപ്ലീറ്റ് പഠിക്കും. പഠിച്ച് എൻ്റെ പ്രാർത്ഥനയെല്ലാം പഠിച്ചതിന് ശേഷമാണ് വള്ളം എൻജിൻ സ്ലോ ചെയ്യുന്നതും ജോലിക്ക് പോകുന്നതും. അടുത്ത സ്ഥലത്താണെങ്കിൽ ചെറിയ കൊന്തമുണ്ട്, ചെറിയ കൊന്തം എന്ന് പറയും, അത് പഠിക്കും. ദൂരത്തിലാണെങ്കിൽ വലിയ കൊന്തം പഠിക്കും. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം കൊണ്ടാണ് ഞാൻ ഈ അപകടങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട്
ഒരുപാട് വിഷയങ്ങളിൽ ഞാൻ ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. അനിയൻ കാർലോസ് എന്ന് പറഞ്ഞ എൻ്റെ അനിയൻ അന്ന് ജോലിക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയുള്ളയാളെ, അയാൾക്ക് കൊച്ചു പ്രായമാണ്. ഞാൻ എൻ്റെ ചിറ്റപ്പനും 3 പേരോടെ പണിക്ക് പോയപ്പോൾ പായൽ വെട്ടി ഓടുന്നതാണ്. പായൽ ഓടിച്ചെന്നപ്പോൾ വള്ളം മറിഞ്ഞു. ആ സമയത്ത് ഞാൻ എൻ്റെ അനിയനെ ഒരു കൈ കൊണ്ട് പിടിച്ച് വെച്ചിട്ട് വള്ളത്തിൽ പിടിച്ച് കിടക്കുമ്പോൾ വേറൊരു വള്ളക്കാർ വന്ന് രക്ഷപ്പെടുത്തി. അത് മണിക്കൂറോളം കിടന്നതിന് ശേഷമാണ് അങ്ങനെയൊക്കെ അപകടം ഉണ്ടായി. അനിയൻ കൊച്ചു പയ്യനായിരുന്നു അന്ന്. അവൻ ആദ്യമായിട്ട് കടലിൽ കൊണ്ടുപോകുന്ന സമയമാണ്. എനിക്ക് 10-18 വയസ്സേ പ്രായമുള്ളത്. ഞാനാണ് അവരെ തിരുന്നത്. പായ അടിച്ചെടുന്ന് എന്ന ആൾ പായുമായിട്ട് അങ്ങ് മറിഞ്ഞു പോയി വെള്ളത്തിൽ. അങ്ങനെയാണ് വെള്ളം മറിഞ്ഞത്. എൻ്റെ അനിയനെ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് ഒരു വള്ളം പിടിച്ച് കിടന്ന് എൻ്റെ മാതാവിനെ കാണിക്ക മാതാവേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് കിടക്കുമ്പോഴാണ് ഒരു വള്ളക്കാർ തണ്ട് വലിച്ച് വന്ന വള്ളക്കാർ കണ്ടിട്ടാണ് അവർ ഞങ്ങളെ രക്ഷപ്പെടുത്തി എടുത്തിട്ട്. ഒരു ദിവസം ഫിഷിംഗ് ബോട്ട് പണിക്ക് പോയിട്ട് വന്നപ്പോഴേ പോകുമ്പോൾ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. കരയ്ക്ക് വരുന്ന സമയത്ത് കാറ്റും കോളും വിശലും പിടിച്ച് ബോട്ട് അവിടെ ശക്തികുളങ്ങര ഹാർബറിന് അവിടെ വന്നപ്പോഴത്തേനും ബോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ കാണുന്ന 2 ബോട്ട് ഞങ്ങളുടെ തൊട്ട് വടക്കുവശത്ത് മറിഞ്ഞ് കമന്ന് കിടക്കുന്നു. അവിടെ ആൾക്കാർ കൂട്ടം കൂടി പിടിച്ച് പിന്നെ ഈ നീന്തി കിടക്കുന്നു. ഇങ്ങനെ ഞങ്ങളുടെ ബോട്ടിലൊരു കടലെടുത്ത് ഞാൻ എൻ്റെ കാണിക്ക മാതാവേ എന്നൊരു വിളി വിളിച്ചു. ഞങ്ങളുടെ പള്ളിയിലിരിക്കുന്ന കാണിക്കമ്മയാണ്. ഒരു വിളി വിളിച്ച് അടച്ചിട്ട് വിളിച്ച് കണ്ണ് തുറന്നപ്പം ബോട്ട് എങ്ങനെയോ ഓടി ഹാർബറിനകത്ത് വന്ന് കയറി. അപ്പോഴത്തന്നെ ഞാൻ ഒരു പൂജയുടെ കാശ് അവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് പൂജയ്ക്ക് കാശടച്ച്. സിൽവിയാനി എന്ന് പറഞ്ഞ അച്ഛനാണ് അവിടെ ഇരിക്കുന്നതിന് കാശടച്ച് പൂജ നടത്തി. ആ ഒറ്റ വിളി അന്ന് ഞങ്ങളുടെ പടിഞ്ഞാറ് വശത്ത് പിന്നെ മറിഞ്ഞ ബോട്ടിൽ ഒരു അപ്പനും മകനും ഒന്നിച്ച് മരിച്ച ദിവസമാണ്. ഇവിടെ അടുത്തുള്ള പ്രാക്കുളത്താൻ എന്ന് പറഞ്ഞ ആളുടെ അളിയൻ മകനും ഇവിടെ തൊട്ടടുത്ത അവർ വീട് അവിടെ അളിയനും മകനും ഒക്കെ പോയി അന്നാണ്. അവർ ഞങ്ങൾ കാണാം. പക്ഷെ ഞങ്ങൾക്ക് അവരെ രക്ഷപ്പെടുത്താൻ ഞങ്ങളുടെ ബോട്ട് കടലെടുത്തുകൊണ്ട് ഓടിയതാ. ഞാൻ ചെറുപ്പത്തിലേ എൻ്റെ നല്ല ചെറുപ്പത്തിൽ തന്നെ ഇവിടെ 74 ഞാൻ ഈ വേളാങ്കണ്ണിയിലേക്ക് ടൂറിസ്റ്റ് ബസ് വിട്ടു. ഒരാളിന് അന്ന് 6 ദിവസത്തെ യാത്രയ്ക്ക് 60 രൂപയാണ് ചാർജ്. പലരും 30 രൂപ 20 രൂപയൊക്കെ തന്നിട്ട് ഒക്കെ വണ്ടി വന്നു. അപ്പം നിവൃത്തിയില്ലാതെ വണ്ടി പോകാൻ നിവൃത്തിയില്ലാതെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അവർക്ക് തന്നെ എൻ്റെ വണ്ടിയിൽ സീറ്റ് ഒഴിഞ്ഞു കിടന്നപ്പോൾ അവർക്ക് ചിലവിനും കാശ് കൊടുത്തിട്ട് അവരെ ആ സ്ഥലത്ത് ജീവിതത്തിൽ ആ പള്ളി കാണാത്ത ആൾക്കാരാണ് അവിടെ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും നടത്തി എല്ലാം തിരിച്ചു കൊണ്ടുവന്ന് എത്തിച്ച പല പ്രാവശ്യമായിട്ട് ഒരു പ്രാവശ്യമില്ല, ഒരു 10 പ്രാവശ്യത്തിൽ കൂടുതൽ ഞാൻ വണ്ടി ഇതുപോലെ വിടുമായിരുന്നു. പലരെയും ഞാൻ കൊണ്ടുപോയി അനുഭവങ്ങളുണ്ട്. അതിൽ പലരും എന്നെ ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്. എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോയ ആളാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള മാതാവിൽ വലിയ വിശ്വാസമാണ്. ജപമാല എത്തിക്കുന്ന രാത്രി 8 മണിയായി ജപമാല എത്തിക്കും. 7 മണി കഴിഞ്ഞാൽ ആ ജപമാലയിൽ പങ്കെടുക്കാൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞായറാഴ്ച ദിവ്യബലിയിൽ പങ്കെടുക്കാനും അന്നേ ദിവസം തന്നെ കാറ്റീസ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ 1ാമനായി പ്രവർത്തിച്ചു. അങ്ങനെ ആ സമയത്ത് ഇവിടെ ഇരുന്ന അച്ഛന്മാരുണ്ടല്ലോ, ഒരു അച്ഛനുണ്ടായിരുന്നു, DYSP അച്ഛൻ എന്നും പറഞ്ഞൊരു അച്ഛനുണ്ടായിരുന്നു, അബ്രഹാം ജോസഫ്. അദ്ദേഹം വലിയ കർക്കശക്കാരനായിരുന്നു. കാറ്റീസ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവരെ ഒരു ഉദാശയ്ക്കും വഴി എടുക്കത്തില്ല, തിരിച്ചിറക്കി വിടും. ആ സമയത്താണ് ഞാൻ ഈ കാറ്റീസ ക്ലാസ്സിൻ്റെ പ്രധാന ആളായിട്ട് നിൽക്കുന്നത്. അങ്ങനെ വേറൊരു അനുഭവം ഉണ്ടായി കടലിൽ. പള്ളി പെരുന്നാളിൻ്റെ തലേ ദിവസം കടലിൽ പോയി മത്സ്യബന്ധനം നടത്തി മത്സ്യവുമായി വെള്ളം കരയ്ക്ക് വന്നപ്പോൾ വളരെ പ്രതീക്ഷയോടെ ഇവിടെ വന്നതാണ്. തട്ടുമണി വെള്ളം, ഞങ്ങൾ 12-14 ആൾക്കാർ പോകുന്ന വെള്ളങ്ങളാണ്. വള്ളവും മീനുമായിട്ട് വന്നപ്പോൾ വെള്ളം
കടലടിച്ച് മറിഞ്ഞ് മീൻ കംപ്ലീറ്റ് പോയി. ഞാൻ അല്പം വള്ളം മറിഞ്ഞതിലോ എനിക്ക് അപകടം പറ്റിയതിലോ എല്ലാം പ്രയാസം. അന്നും പിറ്റേന്ന് പെരുന്നാൾ ആഘോഷിക്കാനുള്ള ആ ഒരു മനപ്രയാസം, ഒരു ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നെ വല്ലാതെ വേദനിപ്പിച്ചന്ന്. ഒരു 54-55 വർഷം 56 വർഷമെങ്കിലും. എനിക്ക് 16 വയസ്സുള്ള പ്രായത്തിലാണ്. എനിക്കിപ്പോൾ 72 വയസ്സുണ്ട്. 55-56 വർഷത്തിന് മുമ്പ് ആണ് സംഭവം. അങ്ങനെ ഞാൻ വളരെയധികം ദുഃഖിച്ചു അന്ന്. പിന്നെ ഒരു ദിവസം ഒറ്റയ്ക്ക് ഞാൻ ഒരു തോണിയുമായി ചൂണ്ടയ്ക്ക് പോയി. അങ്ങനെ പലപ്പോഴും പോയിട്ടുണ്ട്. വെളുപ്പിന് ഒറ്റയ്ക്ക് തന്നെയാണ് കടലിൽ സന്ധ്യ വരെ കിടന്ന് ഈ പായെന്ന് പറയുന്ന പായുണ്ടല്ലോ വെള്ളത്തിലിടുന്നു, അതിൽ കിടന്ന് ഓടി 6:30 മണിയായപ്പോഴത്തേന് വെള്ളം കരയ്ക്ക് വന്ന് രാവിലെ പോയത് വെളുപ്പിന്. ഒരു മത്സ്യം പോലും കിട്ടാതെ ഞാൻ വിഷമിച്ച് ആ വന്ന ചൂണ്ടൈ സാധനമായിട്ട് കടപ്പുറത്ത് തന്നെ കയറി കിടന്നു. ആ സാഹചര്യം വരെ ഉണ്ടായി എനിക്ക്. എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് വിളിച്ചുണർത്തി കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ അന്ന് വീട്ടിൽ വന്നത്. ഈ 90-ൽ വള്ളം രണ്ടുപേരായിട്ട് കാറ്റെടുത്ത് പോയില്ലേ, ആ സമയത്ത് ഈ കാവനാട്, അരവിള കാവനാടെന്ന് പറയും, കാവനാട് ഭാഗത്തുള്ള ഒരു ബോട്ടുകാരാണ് എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്, എന്നെ അറിയുന്ന ആൾക്കാരാണ്. അവർ വന്നെടുത്തപ്പോൾ എന്നെ മനസ്സിലായി. അതിൽ ഒരു തോമസും ഒക്കെ ഉണ്ട്, ആൾക്കാരൊക്കെയാണ്. എൻ്റെ ഒരു സഹോദരി അവിടെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സഹോദരിയുടെ ആ ബന്ധുക്കളാണ് അവരെല്ലാം, അളിയൻ്റെ. അവരെല്ലാം കൂടെയാണ് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞില്ലേ പള്ളിക്കാര്യങ്ങളും കാറ്റീസ ക്ലാസ്സും, ഞാൻ അക്ഷരാഭ്യാസം പഠിച്ച ദേവാലയമാണിത്. അങ്ങനെ ഞാൻ ഇവിടെ കാറ്റീസ ക്ലാസ് ഇവിടെയാണ്. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. ഇവിടെ പഠിച്ച് 4ാം സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ 4ാം സ്റ്റാൻഡേർഡാണ് വലിയ ക്ലാസ്, മാരേജ് കോഴ്സിലെ മെയിൻ ആളാണ് ഞാൻ. അന്നത്തെ അച്ഛൻ ഞാൻ ഈ പറഞ്ഞതുപോലെ പല ആൾക്കാരെയും ഈ ക്ലാസ്സിൽ വരാത്തവരെ പല കാര്യങ്ങളിലും തിരിച്ചയച്ച സമയം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പ്രസൻറ്റേഷൻ മേടിച്ചുകൊണ്ട് വിവാഹം കഴിച്ച ഒരാളാണ്. അന്ന് പള്ളിക്കാര്യങ്ങളിലും കാറ്റീസ ക്ലാസ്സിലൊക്കെ പ്രധാനിയാണ്. 2 പ്രൈസാണ് എനിക്ക് എല്ലാ വർഷവും കിട്ടുന്നത്. കാറ്റീസത്തിനും അറ്റൻസിനും 2 ഫസ്റ്റ് പ്രൈസാണ്. ഞങ്ങൾ 3 പേര് പങ്കിടും, 3 പേര് സ്ഥിരമായിട്ട്. മറ്റേ 2 പേർക്കും കിട്ടുന്നത് സെക്കൻഡ് പ്രൈസാണ്, ഒരു ബാബു ഒരു സെറിൽ. ബാക്കി ഈ 2 പ്രൈസും സ്ഥിരമായിട്ട് ഞാൻ മേടിച്ചുകൊണ്ടിരുന്ന കാലമാണ് ആ കാലം. അങ്ങനെയാണ് എനിക്ക് ഈ കല്യാണ ആലോചനകളൊക്കെ വന്നതും കൂടുതൽ ദൈവികമായ ഒരുപാട് ചിന്തയും പള്ളിക്കാര്യങ്ങളിലും. പള്ളി സംബന്ധമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 വയസ്സ് പ്രായം വേണം എനിക്ക് പള്ളി കമ്മിറ്റി കയറണമെങ്കിൽ. അന്ന് മുറ തെറ്റി 23 വയസ്സിൽ ഞാൻ പള്ളി കമ്മിറ്റിയിൽ എന്നെ ചെറുപ്പക്കാരനെ പ്രതിനിധിയായിട്ട് എടുത്ത് അവിടെ മുതൽ പള്ളി കമ്മിറ്റിക്കാരനായി ഞാൻ. 74 എനിക്ക് 52-ലാണ് ഞാൻ ജനിച്ചത്. 74 ഞാൻ പള്ളിയിലെ കമ്മിറ്റിക്കാരനായി. അങ്ങനെ ഇപ്പം നാളിതുവരെ ഈ നിമിഷം വരെ പള്ളിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഞങ്ങളിപ്പോഴും കുടുംബ പ്രാർത്ഥനയുണ്ട്, ഞാനാണ് അത് ലീഡ് ചെയ്യുന്നത്. ഞാൻ പോയി ദിവസം കൊന്ത പഠിച്ച് ജമ്മമാല പഠിച്ചിട്ട് അവസാനം ഒരു ഭക്തിഗാനവും പാടി ഒക്കെയാണ് ഞങ്ങൾ പിരിയുന്നത്. അങ്ങനെ പഠിക്കുന്നത്. അങ്ങനെ എനിക്ക് 4 ആൺമക്കളായിരുന്നു. ഒരാൾ ഗൾഫിൽ വെച്ച് മരണമടഞ്ഞു. അയാളുടെ 24-ാമത്തെ വയസ്സിൽ അറ്റാക്ക് മൂലം മരണമടഞ്ഞ് അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ തിരിച്ചു വന്നു. പിന്നൊരു മകൻ പോയി 3 ദിവസം പണിയെടുത്ത് തിരിച്ചു വന്നു. പിന്നൊരു മകൻ പോയിട്ട് 1 മാസം ജോലി ചെയ്തിട്ട് തിരിച്ചു വന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കടക്കെണിയിലായി ഞാൻ. അന്നേരം എൻ്റെ മൂത്ത മോൻ അവിടെ ഷാർജ എന്ന് പറയുന്ന സ്ഥലത്ത് വെറും 9,000 രൂപയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഈ 3 മക്കളെയും വിട്ടതിൽ അങ്ങനെ ഒരു മകൻ 24-ാമത്തെ വയസ്സിൽ അതിൽ പോയി 6-ാമത്തെ മാസത്തിൽ അവിടെ വെച്ച് മരിച്ചു, അറ്റാക്ക് വന്നു. ആ ബോഡി കൊണ്ടുവന്നത് തന്നെ നമ്മുടെ സ്വന്തം കാശ് കൊടുത്തൊക്കെയാണ് ബോഡി കൊണ്ടുവന്നത്. ആ സ്ഥിതിയിലൊക്കെയാണ് ഞാൻ ജീവിച്ച് മുമ്പോട്ട് പോയത്. പിന്നെ ഇപ്പം ബാക്കി 3 മക്കളുണ്ട്. 3 പേരും നല്ല സ്നേഹസമ്പന്നരാണ്. എന്നെ ഏറ്റവും കൂടുതൽ അനുസരിക്കുകയും ബഹുമാനിക്കുകയും കുടുംബമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന 3 മക്കളുമാണ് എനിക്കുള്ളത്. ദൈവത്തിൻ്റെ ഇടപെടൽ
നമ്മൾ നേരത്തെ ഞങ്ങൾ ഈ സംരംഭങ്ങളിലൊക്കെ പറയുന്ന അനുഭവങ്ങൾ കുറേ കാര്യങ്ങളുണ്ട്. ആർത്തിരമ്പുന്ന തിരമാലകളെ അറുത്തുമുറിച്ച് മുമ്പോട്ട് പോയി ലക്ഷ്യസ്ഥാനത്തെത്തി മത്സ്യം ഏത് ലെവലിൽ ചലിക്കുന്നുണ്ടോ അതിനെ തലമടക്കിക്കൊണ്ട് മീൻ പിടിച്ചുകൊണ്ട് വന്ന പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. മത്സ്യം ഈ കൂട്ടത്തോടെ വന്ന് ഇങ്ങനെ കടലിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കും. അവനെ മടക്കി വല അടിച്ച് മീൻ പിടിച്ചുകൊണ്ട് തണ്ട് പിടിച്ചുകൊണ്ട് വന്ന ആ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും പണിക്ക് പോകുന്നു. ആ ഒരു എനർജി നമുക്ക്, പണ്ടത്തെ എനർജി നമുക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എൻജിനാണ്, എൻജിനിലാണ് നമ്മൾ പണിക്ക് പോകുന്നത്. പക്ഷേ ഇപ്പോഴും ഈ പ്രായത്തിൽ എനിക്ക് ഒരുപാട് പൊതുപ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ കുറഞ്ഞ ഒരു 4-5 പ്രസ്ഥാനങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് സ്ഥിരമായി. 30 വർഷക്കാലമായി ഒരു പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് അതിൻ്റെ അമരത്തിരുന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആത്മീയമായിട്ട് എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പം പള്ളിക്കാര്യങ്ങളിലും പ്രധാനമായി പള്ളി കമ്മിറ്റികളിൽ ഞങ്ങളുടെ ഒരു സഭയുടെ അതിലെ തലപ്പത്തിരിപ്പുണ്ട്, ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. ദൈവവിശ്വാസമാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനം. ഒരു കാറ്റും കോളും വന്നു കഴിഞ്ഞാൽ അത് ഒരു സമയത്ത് അത് മാറും, അത് അവസാനിക്കും, അത് മാറിക്കിട്ടും, കാറ്റ് ശാന്തമാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ പണി ചെയ്യുന്നത്. അല്ലാതെ പെട്ടെന്നൊരു കാറ്റ് വന്ന് ഒരു മഴ വന്നെന്ന് പറഞ്ഞ് ഓടി ഞങ്ങൾക്ക് കരയ്ക്ക് കയറാനോ ഓടി എത്താനോ പറ്റിയ സ്ഥലത്തല്ല ഞങ്ങൾ പോകുന്നത്. മണിക്കൂറുകളോളം തുഴഞ്ഞ അന്നത്തെ കാലത്ത് തണ്ട് വലിച്ചായാലും പായലായാലും മണിക്കൂറുകളോളം 5-6 മണിക്കൂർ കാറ്റും പെശനും പിടിച്ച് കരയ്ക്ക് വന്നെത്തിയ സമയമുണ്ട്. അപ്പോഴെല്ലാം ഒരു കുഴപ്പമില്ലാതെ എത്തി. 5-6 മണിക്കൂർ വരെ കാറ്റും മഴയും പിടിച്ചിട്ടുണ്ട്. എങ്കിലും കരവന്നെത്തി. ഞാനീ പറഞ്ഞ 21 ആൾക്കാർ പോയ ദിവസം രാവിലെ വെളുപ്പിന് 6 മണിക്ക് തുടങ്ങിയ കാറ്റും കോളുമാണ്. രാത്രി ഞങ്ങൾ വള്ളവിടെ അടുക്കുമ്പോൾ 7 മണിയായി. അന്ന് അതുവരെ കാറ്റും കോളും തന്നെയാണ്. അന്നാണ് ഈ ആലപ്പുഴ ജില്ലയിലെ ഇത്രയും ആൾക്കാരൊക്കെ പോകുന്നത്. അവർ പോലുള്ള പണിക്കാണ് ഞങ്ങളൊന്നും പോയത്. ഞങ്ങളെ ഈ പറഞ്ഞില്ലേ, ഒരുപാട് തിരമാലകളെല്ലാം കടൽ ചില സമയത്ത് ഞങ്ങൾ വല നീട്ടുന്ന സ്ഥലത്ത് തന്നെ വല വലിക്കുന്ന സമയത്തും കടൽ പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് കയറി അതിൻ്റെ സ്വഭാവം മാറുമ്പോഴത്തേനും ഞങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ്. ചില സമയത്ത് വള്ളം ഓടി വരുമ്പോഴായിരിക്കും, ചില സമയത്ത് അവിടെ കിടക്കുമ്പോൾ പെട്ടെന്ന് കടലടിക്കും. ആ അടിച്ച വെള്ളം നമ്മൾ മറിയാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. വല വലിച്ചെടുത്ത് നിന്നപ്പോൾ വല കണ്ടിച്ച് കളഞ്ഞിട്ട് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. വല ഞാൻ കൊത്തി വിട്ടിട്ട് വെളുപ്പിന് 4:30 മണി വള്ളക്കാർ അടുത്ത് വരുന്നില്ല. അവർ പറയും, എൻ്റെ അടുത്ത് പറഞ്ഞു വല കൊത്തി വിട്ട് മാറച്ചാന്ന് പറഞ്ഞു. അവിടെ വല കണ്ടിച്ച് കളഞ്ഞിട്ട് ഞങ്ങൾ മാറി. അല്ലെങ്കിൽ ഞങ്ങൾ അന്ന് ആ വെള്ളം മറിഞ്ഞ് അവിടെ കിടക്കുന്നതല്ല, എന്തായി തീരുമെന്ന് പിന്നെ പറയാൻ പറ്റും. പ്രത്യേകിച്ച് കടലടിക്കുമ്പോഴേ അവിടെ കല്ലിൻ്റെ പുറത്താണ്, കല്ലിൽ കൊണ്ട് ചടിക്കുന്ന ആൾക്കാരെ. അങ്ങനെയാണ് ആൾക്കാർ നഷ്ടപ്പെടുന്നത് കൂടുതൽ. മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അനുഭവങ്ങൾ ഇപ്പോൾ അത് പുറത്തു പറയാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. ഇപ്പോഴും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ദൈവം എന്നെ നടത്തി വീട്ടിൽ കൊണ്ട് ഇപ്പോഴും ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നത്, ദൈവം എന്നെ ഇത്രയും നാൾ നടത്തിച്ചതിന് ആദ്യം നന്ദി പറയും. ഞാൻ ഇങ്ങനെ നടത്തിക്കുന്നതിൽ എന്നേക്കാൾ ചെറിയ ആൾക്കാരും പ്രായം കുറഞ്ഞവരുമൊക്കെ നടക്കാൻ വയ്യാതെയും തളർന്നെല്ലാം കിടക്കുന്ന ആൾക്കാരുമുണ്ട്. ദൈവമേ, എന്നെ ഇപ്പോഴും നടത്തിക്കുന്നതിന് ഞാൻ 1,000,000 സ്തുതിയും പറഞ്ഞിട്ടാണ് ഞാൻ നടക്കുന്നത്.